ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ എന്തിനു ഇത്ര ഒരുങ്ങി നിൽക്കുന്നത്? ഇവളെന്താ ഇങ്ങനെ ഒരു കൂറക്കൊലത്തിൽ? ഞാൻ എവിടെയും പോകുന്നില്ല ഗായ്സ്. അതെ, ഇന്ന് ശരിക്കും ഞായറാഴ്ചയാണ്. ഇന്ന് എനിക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അതെ, കിസൈസിൽ. അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ തന്നെ 12:30 എന്നിട്ട് നമ്മൾ ചായ കുടിക്കുമ്പോഴേക്ക് 2 മണിയായി. ഇപ്പം സമയം 2:45. എനിക്ക് 4:40 4 മണിക്കാണ് അവിടെ എത്തേണ്ടത്. 4:40 പ്രോഗ്രാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകാൻ വേണ്ടി ഞാൻ റെഡിയായി. മനോട്ടൻ റെഡിയായി. മനോട്ടൻ എന്നെ ഒന്നിച്ച് വരുന്നില്ല, അഭിഷേകര വരെ വരുന്നില്ല. പോകുന്നത് അതുവരെ കൊണ്ടാക്കാൻ വേണ്ടി ഏട്ടൻ പോകുന്നു. യെസ്, ഓള് വണ്ടി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ 2 വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമുക്ക് ആകെ ഒറ്റൊരു ഡാൻസേ ഉള്ളൂ. അപ്പോൾ വേഗം പോകാൻ, കളിക്കാൻ, തിരിച്ചു വരാം. ഡാൻസ് കഴിയാനാകുമ്പോഴേക്കും വരില്ലേ? ക്ലാസ് ഉണ്ട്, നോക്കാം. അപ്പോൾ ഇന്നത്തേത് ഒരു ഞായറാഴ്ച ദിവസത്തെ ഒരു വ്ളോഗാണ്. ഞാൻ രാവിലെ മുതൽ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ രാവിലെ എണീറ്റിട്ടാണ് പിന്നെ വ്ളോഗ് എടുക്കേണ്ട ആവശ്യം വന്നിട്ടാ. സോ നമുക്ക് പുറത്ത് പോകുന്നുണ്ട്, നമ്മൾ ഷവർമ കഴിക്കുന്നുണ്ട്. യെസ്, മനുവേട്ടൻ റെഡിയാകുന്ന തിരക്കില്ല. നമുക്ക് അറേബ്യൻ ടേസ്റ്റിൻ്റെ ഒരു വ്ളോഗ് ചെയ്താൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്നത് 2:45 3 മണിക്കാണ് ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തണമെന്ന് പറഞ്ഞായിരുന്നു. ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് കോസ്റ്റ്യൂം എടുത്തിട്ട് നേരെ കിസൈസിലേക്ക്. ബായ്. ഞാൻ അതിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റി എടുക്കാം, കാരണം കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ എനിക്കൊരു നാണക്കേടാണ്. നമ്മൾ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കേയില്ല, മനോട്ടം പോലും ഇല്ല. നാണക്കേട് ചെയ്യാൻ പാടില്ല. ഓക്കെ ഗൈസ്, ബായ്. അങ്ങനെ നമ്മൾ ഒരു 1-2 തവണ പ്രാക്ടീസ് ചെയ്തിട്ട് അവിടുന്ന് നേരെ ഇറങ്ങി. നമുക്ക് പ്രോഗ്രാം ഉണ്ടായത് അൽനാദ ദുബായിലാണ്. അൽനാദയിൽ ക്രസൻ സ്കൂളിലാണ് നമുക്ക് പ്രോഗ്രാം ഉണ്ടായത്. നമ്മുടെ അടുത്ത് 4 മണിയാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞത്. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ആടാരും എത്തിയിട്ടുണ്ടായിട്ട് പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിന്. ഇത് പ്രജ്ഞയാണ്, എൻ്റെ ഡാൻസ് പാർട്ട്ണർ എന്ന് പറയാം. ഞങ്ങൾ 4 പേരാണ് പോയിട്ടുണ്ടായത്. ബാക്കിയുള്ളവർക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മളായിരുന്നു ഈ പ്രോഗ്രാമിന് പോയത്. അപ്പോൾ WSS പൂരം എന്ന് പറയുന്നവരുടെ പ്രോഗ്രാമായിരുന്നു ഉണ്ടായത്. ഇത് ആടെ ഇങ്ങനെ ഒരു ആനവും പിന്നെ പൂരത്തിൻ്റെ കുറേ സാധനങ്ങളും പിന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനെ എന്തെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സമയം കറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ മേക്കപ്പ് ചെയ്യാൻ പോയി. ഇതാണ് പ്രജ്ന, മൈ ഡാൻസ് പാർട്ട്ണർ, മൈ സിസ്റ്റർ. നമുക്ക് ഡാൻസ് 4:45 സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ 6 മണി 5:30 ആവാനായി. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ഇടാൻ തുടങ്ങണം അത്രേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് അവൾ ഇട്ടിട്ട് വന്നിന് കുറച്ച്. ഇനി ഞാൻ ഇടണം അത്രേ. ഞാനല്ല, ഒപ്പം ഇടണം. പോയി ഇപ്പോൾ ഡാൻസ് കളിച്ചിട്ട് നമ്മളൊരു റീലെല്ലാം എടുത്ത് ഇപ്പോൾ ജസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് റെഡി ആയിരുന്നെങ്കിൽ വിളിക്കുമ്പോൾ പോയി കളിക്കാമല്ലോ. സോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് വേഗം മേക്കപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ പ്രോഗ്രാം തുടങ്ങി. ഘോഷയാത്രയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം തുടങ്ങിയിട്ട് 3ാമത്തെ ഡാൻസ് ആയിരുന്നു നമ്മളത്. അതുകൊണ്ട് വലിയ ലാഗൊന്നും ഉണ്ടായിട്ടാ. ഞാൻ ഡാൻസിൻ്റെ വീഡിയോയിൽ കൊടുക്കാം, കുറച്ച് ക്ലിപ്പായിട്ട് സ്പീഡ് കൂട്ടിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് കോപ്പിറൈറ്റ് കിട്ടും. ഗൈസ്, അങ്ങനെ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഞാൻ റൂമിലേക്ക് നടക്കുന്നുണ്ട്. എന്തായിരുന്നു 4:45 പ്രോഗ്രാം എന്ന് പറഞ്ഞത്. ലാസ്റ്റ് നമ്മളെ 6:30 മറ്റാണ് പ്രോഗ്രാം ഉണ്ടായത്. പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 5:30 ആയി ഓൾമോസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ലേറ്റായി. നമ്മൾ ഡാൻസ് കളിച്ച് അപ്പം തന്നെ ഇറങ്ങി. പ്രജന എന്നെ കുറച്ച് ഇപ്പുറത്ത് ഡ്രോപ്പ് ചെയ്തു. കാരണം അവർ എന്നെ ഇവിടെയാണ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഡയറക്റ്റ് സ്ട്രെയിറ്റ് റോളൊക്കെ പോകാം. ഉള്ളിലേക്ക് കയറിയെങ്കിൽ പിന്നെ അവർ വെറുതെ കറങ്ങണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ അറിയില്ല, പുറത്ത് പോകുന്നുണ്ട്. അതിന് എന്തെങ്കിലും വീഡിയോ എടുക്കാനുണ്ടാവും എന്നല്ല. ഉണ്ടെങ്കിൽ എന്നെ അതെടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതായിരിക്കും വൈൻഡപ്പ് ഇട്ടാ. ഗൈസ്, പ്രോഗ്രാം അടിപൊളിയായിരുന്നു. നല്ലപോലെ സ്റ്റേജ് കളിക്കാൻ പറ്റി. വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. വീഡിയോ എടുക്കണമെന്നല്ല, കാരണം നമ്മൾ 4 പേരും കൂടി മാത്രമേ പോലെ. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ആളുണ്ടായില്ല. ഒരാളുടെ അടുത്ത് പറഞ്ഞിനി, അവരെടുത്തിനോ എന്നുള്ളത് അറിയില്ല. പിന്നെ എൻ്റെ കോലം കണ്ടായിരുന്നു ഞെട്ടണ്ട മേക്കപ്പാണ് ഗൈസ്. അത് ഫിൽറ്ററും കൂടി ആകുമ്പോൾ കുറച്ചധികം ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇത്രയൊന്നും ഒറിജിനലായിട്ടില്ല കേട്ടോ. മേക്കപ്പ് കുറച്ച് കുറവാണ്, പക്ഷേ ക്യാമറയുടെ ലൈറ്റിൽ കുറച്ച് കൂടുതലില്ല പോലെ തോന്നുന്നു. ഓക്കെ ഗൈസ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഗൈസ് ഇനി പറ. ഞങ്ങൾ മിതുവായിട്ടെൻ്റെ വീട്ടിലേക്ക്. അതെ, ഞാൻ റൂമിൽ പോയി മുകളിലൊന്ന് കഴുകി ഫ്രഷായി കുളിച്ചിട്ടാ ഡ്രസ്സ് മാറ്റി. കുളിക്കാതെ കുപ്പായിട്ട് വന്നു. അതെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ മിതുവായിട്ടിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നേരെ ഫുഡ് കഴിക്കാൻ പോകും. എന്നിട്ട് ഞങ്ങൾ ഒയാസിസ് മാളിൽ പോയിട്ട് ചമ്മി എനിക്കുന്നൊരു പുതിയ പാൻറ് വാങ്ങിക്കുന്നുണ്ട്. ഒരു ഡാൻസറാണ്. സാലറി കിട്ടി. പിന്നെ എന്ത് ഫുഡ് കഴിക്കുന്നത്? മസാല ദോശ അയക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും
മസാല ദോശ ഇപ്പൊ ചായ കുടിച്ചോണ്ട് ആ നേരത്തെ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ഞങ്ങൾ 5 മണിക്ക് ബിരിയാണി ഇന്നുകൊണ്ട് വിശക്കുന്നില്ല. എന്നെ കൂട്ടേണ്ടി ഒരു ബിരിയാണി ഓളാക്കി ബിരിയാണി പറഞ്ഞിട്ട് തന്നെ പോയത്. മനോട്ടൻ വണ്ടിയിലെ പൊടി ചെറുതായിരുന്നു തട്ടുന്നത്. അവിടെ ഉപ്പിലിട്ട മാങ്ങാലുണ്ടായിരുന്നു, അത് ഇങ്ങനെ. പിന്നെ അവിടെ ഒന്നും കാർഡ് എടുക്കുന്നുണ്ടായിരുന്നു, ക്യാഷ് തന്നെ വേണമായിരുന്നു. നമ്മളെ വണ്ടിയാട്ടം. പിന്നെ അപ്പുറത്തെ വണ്ടി അതേതാണ് നമ്മളെ വണ്ടി. മനോട്ടൻ വെറുതെ വേറൊരു വണ്ടി സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ വേറൊരു വണ്ടി പൊടി തട്ടുന്നു. ഞങ്ങളൊരു ഫാൻ വന്നതാണ് ഗൈസ്, നമ്മളൊരു ഫാൻ വന്നതാണ്. അതെ, ഹായ് പറഞ്ഞതാ. അതെ, സെൽഫി എടുത്തോട്ടോന്ന് ചോദിച്ചു. സോറി, ബിസിയാണെന്ന്. ഓക്കെ, അപ്പം നമുക്ക് വേഗം പോവാം. ആമിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവള് റെഡിയായി, കഞ്ഞിയെല്ലാം കുറിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട്. ആമീനെ കാണാണ്ടൊക്കെ വന്ന് ഇപ്പോൾ ഒരാഴ്ച ആവാനായി തോന്നാറ്. അപ്പം നമുക്ക് പോവാം. നമ്മുടെ ഷോപ്പ് കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഇത് ഒരു 5 മിനിറ്റ് ലേറ്റ് മൊത്തം നമ്മളുടെ. അതെ, ഈ ഷാർജ മൊത്തം നമ്മളെന്താ നമ്മൾക്ക് മാത്രം ഫാൻസ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ മിതുവേട്ടൻ്റെ അടുത്ത് പോയിട്ട് അവിടെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. നോർമലി ഡാൻസ് പ്രോഗ്രാമിൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കര ഹറിബറി ആയിരിക്കും, കോസ്റ്റ്യൂം ചേഞ്ചും കാര്യങ്ങളെല്ലാം ആയിട്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഒറ്റ ഡാൻസില്ലോണ്ട് അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടാ, പോയി കളിച്ചു വന്നു, അത്രേ ഉണ്ടായിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.